എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ, എന്നാ ഇന്ന് ഇത്ര മലയാളത്തിലൊക്കെ പറഞ്ഞ് വെൽക്കം ഒക്കെ പോയല്ലോ എന്നേ. പക്ഷെ എന്നാന്നോ, ദിവസം ദിവസം ചെല്ലുന്തോറും ഉണ്ടല്ലോ എൻ്റെ പ്രേക്ഷകർ എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട് വരിക. അതുകൊണ്ട് എന്നാന്നറിയോ, നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുമ്പോഴും വർത്താനം പറയാനും ഒക്കെ തോന്നുമ്പോഴും നമ്മുടെ മാതൃഭാഷ തന്നെയല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വർത്താനം എളുപ്പമായി വരുന്നത്. അതുകൊണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നും പറഞ്ഞ് നമ്മുടെ വെൽക്കം ഒന്നും ഞാൻ വിട്ടിട്ടില്ല. എന്നാലും നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ സൈഡിലുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കും തോറും മലയാളമായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്കും എളുപ്പം, നിങ്ങളുമായിട്ട് അടുക്കാനും എനിക്ക് ഏറ്റവും എളുപ്പം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വൃശ്ചിക മാസമൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ പനീർ ഉണ്ടാക്കി, നവരത്ന കുറുമ ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കിയല്ലേ. പക്ഷേ ഇപ്പോൾ ഈ എന്നാ പറയുന്നത്, ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ, മണ്ഡലകാലവും ക്രിസ്മസിൻ്റെ നോയമ്പും ഒക്കെയാണേ. അന്നേരം മൊത്തത്തിൽ ഒരു വെജിറ്റേറിയൻ മേളവാ ഇപ്പം അങ്ങോട്ട് ഈ ഡിസംബർ നവംബർ പകുതി തൊട്ട്. അന്നേരം എന്നാൽ നമുക്ക് ഡിസംബർ വരുമ്പോഴത്തേക്ക് ക്രിസ്മസിൻ്റെ എന്നാ പറയുക ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങണ്ടേ. അന്നേരം പിന്നെ നമുക്ക് എന്നേലും ഒരു എന്നാ പറയുക നോൺ വെജും കൂടെ ഒക്കെ അന്നേരത്തേക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഭയങ്കര ഒരു ക്രിസ്മസ് വിരുന്നൊക്കെ ഒരുക്കുമ്പോൾ അവിടെയൊക്കെ വെക്കാനായിട്ട് ഒരു പ്രത്യേകം ഒരു ഡിഷാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. മിക്കവർക്കും അറിയാം. പക്ഷേ എന്നാലും ആ ഒരു ക്രിസ്മസിന് വരുമ്പം കുറച്ച് കേക്ക്, അപ്പം, സ്റ്റൂ അങ്ങനെയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പിയും കൂടെ ഒക്കെ ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാലേ നമുക്ക് ഇതൊക്കെ അന്ന് ആ ടീൻമേശയിലേക്ക് നമുക്ക് ചെയ്തു വെക്കാനൊക്കത്തുള്ളൂ, അലങ്കരിക്കാനൊക്കത്തുള്ളൂ. എന്നും പറഞ്ഞ് ക്രിസ്മസ് സ്പെഷ്യൽ നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്, അത് വേറെ. എന്നാലും നമുക്ക് ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ ചിക്കൻ കുറുമയാണ് ചെയ്യുന്നത്. ഇനി ചിക്കൻ കുറുമയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചേക്കുന്നത്. അന്നേരം എന്നാന്ന് വെച്ചാൽ ചിക്കൻ ആണെങ്കിൽ ഒത്തിരി വലിപ്പമൊന്നും വേണ്ട, ഇച്ചിരി തീരെ കുഞ്ഞല്ല, എന്നാൽ ഇച്ചിരി ഒത്തിരി മുഴുത്ത കഷ്ണമല്ല, ഒരു മീഡിയം സൈസിൽ നിന്ന് ഇച്ചിരി ചെറുതായിട്ട് മുറിച്ചേക്കുവാ. ഇത് 1 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഒരു 2 വലിയ സവാള എടുത്തേക്കുന്നത്. ഇത് ഒന്നെങ്കിൽ നമുക്ക് കൈവാക്ക് പോലെ അരിഞ്ഞേച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ നീളത്തെ ഒട്ടും കട്ടിയില്ലാതെയൊക്കെ അരിഞ്ഞേക്കുന്നത്. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട. എന്നാ പറയുന്നത്, ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യാന്ന് പറയല്ലേ, അന്നേരം അങ്ങനെ അരിഞ്ഞേച്ചാലും മതി. ഏതാ കൈവാക്കെന്ന് വെച്ചാൽ അതങ്ങോട്ട് അരിഞ്ഞേച്ചാൽ മതി. ഇതിപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക, ഇതിപ്പോൾ എൻ്റെ ഈ ബൗളിനകത്ത് ഒത്തിരി പച്ചമുളക് ഉണ്ട്. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പച്ചമുളക് എന്നാന്നോ, എരിവില്ലാത്ത പച്ചമുളക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 കിലോ ചിക്കന് 8 പച്ചമുളക് മതിയാവും. ഇതിപ്പോൾ എരിവില്ലാത്ത ആയതുകൊണ്ട് ഞാനൊരു 10 പച്ചമുളക് ഇടും. ഇതിപ്പോൾ കീറി വെച്ചേക്കുന്ന ആയതുകൊണ്ട് ആ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നുന്നത്. അല്ലാത്തയാണെങ്കിൽ എരിവില്ലാത്താണെങ്കിൽ 10 പച്ചമുളക്, എരിവുള്ളതാണെങ്കിൽ 8 പച്ചമുളക്. പിന്നെ ഇത് ഒരു വലിയ ടൊമാറ്റോ, അല്ലെങ്കിൽ ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചേക്കുക. അല്ല കഷ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ 1 കഷ്ണം, നമുക്ക് എപ്പോഴും ഒക്കെ എടുക്കുന്ന 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം എന്നൊക്കെ പറയല്ലേ, എന്ന് പറഞ്ഞ പോലെ. അതിലും ഭേദം നമ്മൾ ഇച്ചിരി ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ച് സ്പൂൺ കണക്കിന് എടുക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളി, ഇതും ചതച്ച് വെച്ചേക്കുക. പിന്നെ കുറച്ച് മല്ലിയില. ഇതിപ്പം എന്നാ പറയുന്നത്, ഇന്ന് കറിവേപ്പില ഒരു രക്ഷയില്ല, മല്ലിയിലേ ഉള്ളൂ, പിന്നെ രമ്പയിലയില്ല. ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി കശകശയാ. ഞാൻ എപ്പോഴും പറയുകയല്ലേ, നമ്മൾ ഇറച്ചിക്കറി വെക്കുകയാണെങ്കിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ, അത് ബിരിയാണിക്കാന്നേലും ഇറച്ചിക്കറി ആന്നേലും എന്നതാന്നേലും, പക്ഷെ സ്റ്റൂ ഒഴിച്ച് ബാക്കി എന്നാന്നേലും ചിക്കൻ്റെ മീറ്റിൻ്റെ എന്ത് ഐറ്റം വെക്കുകയാണെങ്കിലും കശകശ അരയ്ക്കുമ്പോൾ ഏറ്റവും രുചി കൂടും. അതുകൊണ്ട് ഇത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കശകശ ഒരു വലിയ സ്പൂണ് കശകശ വെള്ളത്തിൽ കൂത്തിട്ടേക്കുക. പിന്നെ ഇത് പട്ട ഒത്തിരി വേണ്ട, 1 കഷ്ണം മതി. പിന്നെ ഇത് ഗ്രാമ്പു, ഇത് ഏലക്കായുടെ ഫ്ലേവർ നല്ലതാണ് എപ്പോഴും. എന്നും പറഞ്ഞ് ഒത്തിരി മുന്നിട്ട് നിൽക്കണ്ട. നമ്മൾ ഇടുന്ന സ്പൈസസിൽ നിന്ന് ഒരു 10 ഗ്രാമ്പു ഇടുന്നെങ്കിൽ ഒരു 12 ഏലക്കായൊക്കെ ഇടാം. പക്ഷേ ഇച്ചിരി ഫ്ലേവർ നല്ലതാണ്. പിന്നെ ഇത് തക്കോലം എന്നാ പറയുന്നത്, 2 എണ്ണം മതിയാവും 1 കിലോയ്ക്ക്. ഇത് ഉപ്പ് ആവശ്യത്തിന്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി,
മുളക് പൊടി ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി എന്നാന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവ. അന്നേരം മുളക് പൊടി ഒരു കളർ അത്രയും മാത്രം മതി. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് ഗാർണിഷ് ചെയ്യാനല്ല, ഇത് എന്നാന്നറിയാമോ, കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. അതെന്നാന്ന് വെച്ചാൽ കുറച്ച് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ. അത് നമുക്ക് ആ തേങ്ങാപ്പാല നമ്മുടെ ആ കറിക്ക് ഗ്രേവി തരുന്നേ. അന്നേരം ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് നല്ലതായിട്ട് അരയ്ക്കണം. ഈ കാഷ്യൂ പേസ്റ്റ് നമ്മൾ ഏത് കറിക്ക് ചേർക്കുവാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതെന്നാന്നോ, ചിക്കൻ കറി ആണെങ്കിലും മട്ടൻ കറി ആണെങ്കിലും മീറ്റ് ഐറ്റംസിനെല്ലാം നമുക്ക് കാഷ്യൂ തേങ്ങാപ്പാലിൻ്റെ കൂടെ അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി വേണ്ടിയത് കുറച്ച് നെയ്യാണ്. എന്നാന്നോ, അണ്ടിപ്പരിപ്പ് ഒരു വശം ഇപ്പം നെയ്യും എന്നാന്നോ, ഇച്ചിരി ടേസ്റ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തേ പറ്റുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ കറിയൊക്കെ വെച്ചേച്ച് നല്ലതായിട്ടൊന്ന് എക്സസൈസ് ചെയ്താൽ ഞാൻ പറഞ്ഞ 2 കാര്യവും നമുക്ക് കിട്ടും. ഏതാ? ഒന്ന് ആരോഗ്യവും നല്ല രുചിയും. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുപ്പ് കത്തിച്ച് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ്. അതെന്നാ നെയ്യ് എത്രയാണ് കണക്കെന്ന് വെച്ചാൽ നമ്മുടെ ആ സവാളയും ടൊമാറ്റോയും ഒക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രം മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂൺ കണക്കാ. അതിനൊരു 2 ടീസ്പൂണാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. ഇനി നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ. ആ സമയത്തുണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേൽ ഈ നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ തനിയെ പൊടിക്കത്തേ ഉള്ളൂ. അന്നേരം അതിന് എന്നാൽ ഈ കുറുമയ്ക്ക് പ്രത്യേകം നമ്മൾ അരക്കുകയും വേണം. അതിനകത്ത് അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഇതിനകത്തോട്ട് ആദ്യം ഒരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു ഒരു 8 എണ്ണം വെച്ചോ. ഏലക്ക, പിന്നെ തക്കോലാണെങ്കിൽ 2 എണ്ണം. പിന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ചേക്കുന്ന കശകശയില്ലേ, അതിനകത്തോട്ട് ഒഴിക്കും. കശകശ വരെ നമ്മൾ ഇട്ടേക്കുക. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. കാര്യം എന്നാന്നോ, നമ്മുടെ നെയ്യ് ചൂടായി. അന്നേരത്തേക്ക് നമുക്ക് ഇച്ചിരി സവാള ഇടാം. സവാള നല്ലതായിട്ടൊന്ന് വഴറ്റണേ. എന്നാന്ന് വെച്ചാൽ അതൊരു എന്നാ പറയുന്നത് ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ അതിൻ്റെ ഒരു ടെൻഡർ ആവണം. ഇനി നമുക്ക് സവാള ഇതിനകത്തിട്ട് വഴുന്ന സമയത്ത് എന്നാ ചെയ്യണമെന്നോ, ബാക്കി നമ്മുടെ അരപ്പ് പകുതിയാക്കി വെച്ചേക്കുമല്ലേ, ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പച്ചമുളക് ഇടണം. ഇതിപ്പോൾ കീറി വെച്ചേക്കുന്ന പച്ചമുളക്. അന്നേരം ഒരു എന്നാ പറയുന്നത് 8 പച്ചമുളകാ കണക്ക്. അപ്പോൾ നമ്മളൊരു 16 പീസസ് ഇടണം. ഇഞ്ചി ഒരു വലിയ സ്പൂൺ. അതേപോലെ വെളുത്തുള്ളി. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഇതിവിടെ ഇരിക്കട്ടെ. ഇത് കുറച്ച് നമ്മൾ ഈ ഉള്ളി വഴറ്റാനിട്ടേക്കുക. ഇത് ഇച്ചിരി ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഇടണം. ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ ഹാഫ് ഇട്ടേച്ചാൽ മതിയേ. ഹാഫ് ഇട്ടേച്ചും ബാക്കിയുണ്ടല്ലോ നമ്മുടെ കുറുമായിലൊക്കെ ഇച്ചിരി ടൊമാറ്റോ ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. ഇച്ചിരി ഒരു യെല്ലോയും റെഡും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ഉള്ളി ആന്നേൽ പകുതി വഴന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഞാൻ വെച്ചേക്കുക. എന്നാന്നറിയോ, ലാസ്റ്റ് നമുക്കൊന്ന് ഇടാൻ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴന്ന് അതിങ്ങനെ എന്നാ പറയുന്നത്, നമ്മളിട്ട ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലഷൊക്കെ വിട്ട് തൊലി പ്രത്യേകം ഫ്ലഷിനകത്തോട്ട് അങ്ങ് എന്നാ പറയുക സ്മാഷായി ചേർന്നേക്കുവാണ്. ഇനിയാണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന് ഇച്ചിരി സമയം എടുക്കും. അതെന്നാന്നോ, ചുമ്മാ അങ്ങ് നമുക്ക് അടുത്ത് അങ്ങ് ചിക്കൻ ഇടാൻ ഒക്കുകയില്ല.
ഇപ്പം നമ്മുടെ എന്നാ പറയുന്നത് പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം. നമ്മൾ ചേർത്തേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്നാ നമ്മുടെ സ്പൈസസും ഒക്കെ അരച്ച് ചേർത്തേക്കുമല്ലേ. അന്നേരം അതെല്ലാം മാറണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ ആ പച്ചച്ചൊവ മാറുന്ന എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വരും. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചേ ചോന്ന് എണ്ണ തെളിയിക്കാൻ നിൽക്കരുത്. അന്നേരം പിന്നെ നമ്മുടെ കുറുമ അങ്ങ് ഫ്ലോപ്പായി പോവും. അത് ഇച്ചിരി സിമ്മാക്കി വെച്ചേച്ച് പതുക്കെ സാവധാനത്തിൽ വേണം എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ. ഇപ്പോൾ ഇംഗ്ലീഷ് വന്നല്ലേ, അതെന്നറിയോ ഫോമലൊക്കെ ആവണ്ടേ, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. എന്നും പറഞ്ഞ് നമ്മൾ തമ്മിൽ ഫോമലൊന്നുമില്ല. ഇപ്പം ഇതേണ്ടേ ഞാൻ ഇച്ചിരി ക്ഷമയോടുകൂടി സിമ്മാക്കി, തീ നല്ല സിമ്മാക്കി വെച്ചേച്ച് നമ്മുടെ ഉള്ളി വഴറ്റിയതൊക്കെ നല്ല അസലായിട്ട് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയല്ല നമ്മൾ ഒഴിച്ചേക്കുന്ന നെയ്യാണ്. അന്നേരം നെയ്യൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം, സിമ്മിൽ തന്നെ ഇരുന്നേച്ചാൽ മതി തീ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി പൊടികളൊക്കെ ചേർക്കണം. ആദ്യം നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയാ, മുളക് പൊടി ഒരു ഇച്ചിരി പേരിന് ചേർത്തേച്ചാൽ മതി. കുറച്ച് മല്ലിപ്പൊടി. ഈ സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുക. ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ചേർക്കത്തുള്ളൂ. കാര്യം എന്നാന്നോ, നോയമ്പൊക്കെ ഉള്ള ആൾക്കാരാണെന്നേൽ ഈ നേരത്ത് നമുക്ക് അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചേർത്തേക്കുന്ന ആ ഗരം മസാലയൊക്കെ നമ്മൾ അരച്ച് ചേർത്തേക്കുമല്ലയോ. അന്നേരം അതൊക്കെ ആന്നേൽ മസാല മതിയോ എന്നൊക്കെ നോക്കാനായിട്ടൊക്കെ ഈ പരുവത്തിലാണ് ഏറ്റവും നല്ലത്. ശരിക്കും നമ്മുടെ ഇവിടെ എന്നാന്നോ ഇന്ന് ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ കാര്യം എന്നാന്നറിയോ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ? ഒരു IAS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് KN സതീഷ്. അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കൊക്കെ അറിയാം. പക്ഷേ എന്നാന്നറിയോ, ഒരു അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും ഭാഗ്യമാണ്. കാര്യം എന്നാന്നറിയാവോ, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഗുരുവായൂരം ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെയൊക്കെ എന്നാ പറയുന്നത് തിരുവനന്തപുരത്തെ നമ്മൾ പണ്ടുകാലം പോലെ നമ്മുടെ രാജാവായിട്ട് വെച്ചേക്കുന്ന, ഇപ്പോഴും അതെ നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ദാസന്മാരാന്നൊക്കെ ഒക്കെ പറയണം, നമ്മുടെ പത്മനാഭസ്വാമിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്നു അദ്ദേഹം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു മനുഷ്യ ജന്മത്തിൽ തന്നെ അദ്ദേഹം 2 വേർഷനാ. എന്നാന്നോ, നമ്മൾ ജനങ്ങളെയും സേവിച്ചിട്ടുണ്ട്, അതേപോലെ നമ്മുടെ മഹാരാജാവായ ശ്രീ പത്മനാഭസ്വാമിയും അതേപോലെ നമ്മുടെ ഗുരുവായൂർ കണ്ണനെയും. എന്ന ഭാഗ്യം വേണം അല്ലേ, ഇങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടല്ലേ. ശരിക്കും ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഗുരുവായൂർ ഭക്തന്മാർക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങൾ കണ്ണൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം കേട്ടോ, ഗുരുവായൂർ കണ്ണൻ എന്തൊക്കെയാ അദ്ദേഹത്തെ വട്ടം കളിപ്പിച്ചിട്ടുണ്ടോ, ഗുരുവായൂർ ഭക്തനാണോ? അതുകൊണ്ടാണ് തോന്നുന്നു ശരിക്കും എനിക്കൊന്ന് വിഷ്ണു ഭഗവാന്റെ തന്നെ അവതാരത്തിൽ വരുന്ന ഭഗവാനെ തന്നെ സേവിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത് തന്നെ. അതെന്തായാലും നമുക്ക് വരുമ്പോൾ ചോദിക്കാം. ഞാനെല്ലാം പറഞ്ഞാൽ ഒക്കത്തില്ല, നമ്മുടെ എന്നാ പറയുന്നത് ഇട്ടേക്കുന്ന പൊടിയൊക്കെ കരിഞ്ഞു പോകത്തില്ലായോ. ഇപ്പം നമ്മുടെ ഗ്രേവി ശരിക്കും നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ പ്രത്യേകം ഇട്ടേക്കുമായിരുന്നു. ഇപ്പം കണ്ടോ നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ ശരിക്കും ഒരു സ്മാഷ്ഡായിട്ട് നമ്മൾ അരച്ചേക്കുന്ന ഒരു ഗ്രേവിയെ കൂട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അത്ര നല്ലതായിട്ട് അതങ്ങോട്ട് കുഴഞ്ഞു വന്നാൽ മാത്രമേ നമുക്ക് എന്നാന്നോ ആ ചിക്കൻ കുറുമായ്ക്ക് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മല്ലിയില ഇടുക. ഇനിയിപ്പോൾ എൻ്റെ എന്നാ പറഞ്ഞ ഇട്ട പൊടിയൊക്കെ നല്ലതായിട്ട് അങ്ങ് മൂത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇടുക. ചിക്കൻ കുറുമായ്ക്കൊക്കെ ഒരു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചേച്ചാൽ മതിയേ. നമ്മൾ ആക്കി വെച്ചേക്കുന്ന ആ ഗ്രേവി ആന്നേൽ മൊത്തത്തിൽ ഇതിനകത്തോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ ഗ്രേവി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേനുണ്ടല്ലോ സിമ്മാക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞു പോകും. അന്നേരം സിമ്മാക്കുമ്പോഴത്തേക്ക് ചിക്കനകത്തോട്ട് ഒരു ഇച്ചിരി ആവി കയറും. അന്നേരം ചിക്കനകത്തിൽ നിന്ന് തന്നെ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഊറി തുടങ്ങും. ഇതങ്ങോട്ട് പെരട്ടി വെച്ച് നമ്മുടെ നേരത്തെ അരച്ചേക്കുന്നില്ലേ മിക്സി, അതിനകത്ത് തന്നെ കുറച്ച് നമുക്ക് ഗ്രേവി കാണും. അതിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക.
നേരത്തെ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എന്തായാലും ചിക്കൻ വെന്തേച്ചേ ഉപ്പ് നോക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഓരോ ഓപ്ഷനും കൂടെ ഉണ്ട്. തക്കാളി ഇഷ്ടമാകുന്നതിലിടാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന തക്കാളിയാ. ഇതല്ലാന്നുണ്ടെങ്കിൽ 50-50 റേഷ്യോയിലിടാം. എന്നാന്നോ നല്ല ഹങ്കേഡ്, അതായത് നല്ല കട്ട തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒഴിച്ചാലും ഇച്ചിരി രുചി കിട്ടും. ഇതേണ്ട ഞാൻ നല്ലതായിട്ട് അതിനെ പെരട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി സാധനമൊക്കെ ഇവിടുന്ന് മാറ്റി. ഇനി നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ. അതിനി എന്നാക്കിയാണെന്നറിയോ, ഈ വേവാൻ നമ്മൾ വെക്കുന്ന നേരത്തുണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മൾ മസാലയൊക്കെ നേരത്തെ അങ്ങ് മൂപ്പിച്ചിട്ടല്ലായിരുന്നോ. അന്നേരം വേവാൻ വെക്കുന്ന സമയത്ത് ഞാൻ എന്നാ പറയുന്ന കുഴഞ്ഞ് നല്ല സ്മാഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പരുവത്തിലല്ലേ നമ്മൾ ചിക്കൻ ഇട്ടേ. ആ നേരത്ത് ഇച്ചിരി മസാലയോ എരിവോ എന്നേലും വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇച്ചിരി ഗരം മസാല ഇടാം. അല്ലെങ്കിൽ ഈ പച്ചമുളക് നമ്മൾ കീറി വെച്ചേക്കുമല്ലേ, അന്നേരം അതിൽ നിന്ന് 1-2 ഇടാം. പിന്നെ ഇടയ്ക്കൊന്ന് നോക്കുക അതിൻ്റെ എന്നാ പറയുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ. എന്താ, നമ്മൾ ഈ തുറക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ ചിക്കൻ. പക്ഷേ എന്നാ പറയുന്നത്, ഇപ്പം നമുക്കൊന്നും ചെയ്യാറായിട്ടില്ല. അടുത്ത നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക്. ആ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പോ പിന്നെയും നമുക്കെല്ലാം കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ ഇടാം. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ, ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കും. തീ ഒത്തിരി സിമ്മാക്കിയേക്കണേ, ഒട്ടും കൂട്ടണ്ട. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മിക്സിയിലെ അതിലോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇതിനകത്ത് ഇച്ചിരി അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കും. ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുമല്ലേ. ഇനിയിപ്പം ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടി അയച്ച് ഇതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കണം. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്നില്ലേ, ഒരു കുറച്ച് തക്കാളി അങ്ങ് ബാക്കി വെച്ചല്ലേ, അത് ഇതിനകത്തോട്ട് ഇടണം. ഇതിനെ ഇപ്പം വെന്ത അങ്ങനെ ഒന്നും ഉടയൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ആവിയും ചൂടും ഒക്കെ കൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് വേവും, അത്ര വെച്ച് മതി. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് അങ്ങ് ചേർക്കുക. തിളയ്ക്കുന്ന സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വരാം, നമുക്കൊരു ഇച്ചിരി മല്ലിയില ഇടാം. ഇത്രേ ഉള്ളൂ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞേച്ച് നമുക്കിതങ്ങ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് എന്നാ പറയുന്നത്, ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതങ്ങ് മാറ്റാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില. ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കുർമ. സാറ് മാത്രമല്ല, ചേച്ചി ഇച്ചിരി വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞേ. അന്നേരം എന്താണെന്നറിയോ, ഞാൻ ശരിക്കും നിങ്ങളോട് എന്നാ പറയുന്നത്, ഒരു ചെറിയ ഒരു കള്ളത്തരം കാണിച്ചു. കള്ളത്തരം ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഇവിടെ ഇച്ചിരി ഒരു പനീർ മസാല ഉണ്ടാക്കിയായിരുന്നു.